ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കേട്ടാലോ? ശ്രീകാന്തും വർഷയും കേക്കുമായി വരുന്നു. വന്ന ഉടനെ ശ്രുതി പറയുന്നു, കേക്ക് കട്ട് ചെയ്യാം. രേവതിയും സജിയും നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായി ഒരുങ്ങി വരുന്നു. എല്ലാവരും അവരെ നോക്കുന്നു. ചന്ദ്രയുടെ മുഖം വല്ലാതാകുന്നു. ഇനി എന്തിനാ താമസിക്കുന്നത്? കേക്ക് കട്ട് ചെയ്യാമെന്ന് ശ്രുതി വീണ്ടും പറയുന്നു. എല്ലാവരും വരട്ടടാ, എന്നിട്ട് മതി. അച്ഛമ്മ വളരെ സന്തോഷത്തോടുകൂടി അവരെ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആദ്യം ഉണ്ടാകുന്ന പേരക്കുട്ടിക്കാണ് എൻ്റെ എല്ലാ സ്വത്തും. 3 പേരിൽ ആരാണോ ആദ്യം കുഞ്ഞിനെ തരുന്നത് ആരായാലും എനിക്ക് ഒരുപോലെ തന്നെ. ഈ സമയം രേവതിയുടെ അമ്മയും അനിയത്തിയും വരുന്നു. ചന്ദ്ര പുച്ഛഭാവത്തിലിരിക്കുന്നു. ജാമ്യം കിട്ടിയ ആൻ്റണിയെ സ്വീകരിക്കാൻ ശരത് പോകുന്നു. അവിടെ വച്ച് ഇന്ന് ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നും ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് ഉരി എൻ്റെ മുഖത്തെറിഞ്ഞെന്ന് ശരത്ത് പറയുമ്പോൾ ആൻ്റണി പറയുന്നു, നീ ഇനിയും പോകണം. അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ 3000 രൂപ നൽകിയിട്ട് നിൻ്റെ ചേച്ചിക്ക് വളരെ സന്തോഷമാകും നീ വീണ്ടും പോയാൽ. നീ പോയേ പറ്റൂ. ഇല്ല ചേട്ടാ, ഇനി ഞാൻ പോകുന്നില്ല. വെറുതെ അവിടെ ഒരു വഴക്കുണ്ടാകും. എടാ, നിൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ ആനിവേഴ്സറിയാണ്, നീ പോകണം. ശരി ചേട്ടാ, എങ്കിൽ ഞാൻ പോകാം. ചേട്ടൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആൻ്റണി ഉള്ളിൽ ചിരിക്കുന്നു. അവിടെ നടക്കാൻ പോകുന്ന പൂരം ഇന്ന് കണ്ടറിയാം. സജിയും രേവതി കേക്ക് കട്ട് ചെയ്യാനൊരുങ്ങുമ്പോൾ വർഷയുടെ അമ്മ വരുന്നു. ഓ, നമ്മൾ കുടുംബക്കാരല്ലേ, പിണങ്ങിയിരിക്കാൻ പറ്റുമോ? അത് ശരിയാണ് മഹിമേ, വിരോധം മനസ്സിൽ വച്ചിരിക്കാൻ പാടില്ല എന്ന് രവീന്ദ്രനും പറയുന്നു. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് 2 സ്വർണ്ണ വളകളെടുത്ത് രേവതിയുടെ കയ്യിലിടാൻ ശ്രമിക്കുന്നു. ഓ, ചന്ദ്ര പറയുന്നു, സ്വന്തം അമ്മ പോലും ഒന്നും കൊണ്ടുവരാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ കൊണ്ടുവന്നത് മഹിമേ? സ്വർണ്ണമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ, അത് നിൻ്റെ നല്ല മനസ്സ്. സജി രേവതി എന്ന് വിളിക്കുന്നു. ഇടാൻ പോയ സ്വർണ്ണവള ചിരിച്ചുകൊണ്ട് രേവതി വാങ്ങുന്നു. നല്ല വളയാണല്ലോ ആൻറ്റി, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വർഷയുടെ അടുത്ത് പോയി, ആ മോളെ, ഇത് നിൻ്റെ കൈക്ക് നല്ല ചേർച്ചയായിരിക്കും. എനിക്ക് എൻ്റെ സജ്ജേട്ടൻ വാങ്ങിത്തന്ന ഒരു ചെയിനും മോതിരവും ഉണ്ട്, അത് മതി. സ്വർണത്തിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. ഓ, ചേച്ചിക്ക് വേണ്ടി അമ്മ വാങ്ങിയതല്ലേ ചേച്ചി, ചേച്ചി തന്നെ ഇടണം. വേണ്ട മോളെ, ഇത് നിൻ്റെ കൈക്കാണ് ചേരുന്നത്. നീ എൻ്റെ അനുജത്തിയല്ലേ, ചേച്ചി അനുജത്തിക്ക് തന്നതായി കണക്കാക്കിയാൽ മതി. എല്ലാവരും അന്തം വിട്ടിരുന്നു. എല്ലാവരും വിചാരിച്ചെന്താ, ഇപ്പോൾ അവൾ വാങ്ങിച്ച അവളുടെ കയ്യിലിടുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചു. ശ്രുതി പറയുന്നു, ഓ, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയെങ്കിൽ നമുക്കിപ്പം ഇതിൽ നിന്നും കൂടുതൽ കിട്ടിയേനെ. രേവതിക്ക് ഇത്രയും കൊടുത്തെങ്കിൽ നമുക്ക് ഒരു 5 വളയെങ്കിലും തരുമെന്ന് ശ്രുതി പറയുന്നു. എല്ലാവരും ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും അവരെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് വർഷ പറയുമ്പോൾ സജിയെ കുറ്റപ്പെടുത്തി ശ്രുതിയുമൊക്കെ പറയുന്നു. അച്ഛൻ അവരെ ശാസിച്ചിട്ട് എന്തെങ്കിലും നല്ലത് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും ഈ വീട്ടിലെ ഐശ്വര്യമാണെന്ന്, രേവതി മോളെ പോലൊരു കുട്ടിയെ സജിക്ക് കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണെന്നും പറയുന്നു. അച്ഛാമ്മയും അത് തന്നെ പറയുന്നു. എൻ്റെ മോളെ കിട്ടിയത് വളരെ ഭാഗ്യമാണ്. എൻ്റെ സജിയുടെ സ്വഭാവം ഇപ്പോൾ എന്തുമാത്രം മാറി. എൻ്റെ പഴയ സജിയേ അല്ല, ഇപ്പം സജി വളരെയധികം മാറിയിട്ടുണ്ട്. മഹിമ ഫങ്ഷൻ കലക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ വന്നത്, പക്ഷേ നടക്കാത്തതിനാൽ എന്ത് ചെയ്തു? ഓ, ഞാൻ പോകുന്നു. ഇല്ല മഹിമ, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിൽ വേണ്ട, ഫുഡൊക്കെ ഇനിയും കഴിക്കാമല്ലോ. ഞാൻ ഒരു സമ്മാനം കൊടുക്കണമെന്ന് വിചാരിച്ച് വന്നു, ഞാൻ കൊടുത്തു. ഇനി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അടുത്ത് എല്ലാവരും അവരെക്കുറിച്ച് ഓരോ വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബൈ, നാളെ കാണാം.